ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്സാണ്. നമ്മൾ കുഴക്കും പരത്തൊന്നും ചെയ്യാണ്ട് എങ്ങനെയാണ് പപ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം സ്വിസ്സിൻ്റെ റെഡിമെയ്ഡ് പപ്സിൻ്റെ പേസ്ട്രിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ റെഡിമെയ്ഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഷീറ്റിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും നമ്മൾ ഇഷ്ടത്തിലുള്ള മസാല വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെയുള്ള ഷീറ്റാണ്. ഇപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നമുക്കിത് അടർത്തിയെടുക്കണം. നമ്മളിത് തണുപ്പ് പോകാൻ വെക്കരുത്. തണുപ്പ് പോകാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് നമുക്കിതൊന്ന് അടർത്തിയെടുക്കാൻ കിട്ടില്ല. ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് അടർത്തിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അടർത്തിയെടുക്കാൻ കിട്ടും. നമ്മൾ ഒരിക്കലും ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് നമ്മളിത് അടർത്തിയെടുക്കാൻ നോക്കരുത്. അങ്ങനെ ഒരിക്കലും കിട്ടില്ല, എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. ട്രേയിൽ എണ്ണ തടവിയിട്ട് അതിലേക്ക് ഇതേപോലെ ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തണുപ്പ് പോകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം 3 മീഡിയം സൈസ് സവാളയും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് മുട്ട പപ്സാണ്. നിങ്ങൾക്ക് ചിക്കൻ പപ്സാണോ ഏതാണോ പപ്സ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മസാല നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പേസ്ട്രീൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. ഫുൾ മസാല വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ഒരു മുട്ടേൻ്റെ പകുതി വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാത്തിലും വെച്ച് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇത് മടക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇളകിപ്പോവും. ഇതെല്ലാം മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പപ്സൊക്കെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.